ഇതാ എനിക്കതൊരു സംഭവം എൻ്റെ കുട്ടീനെ മൈലാഞ്ചോടി പള്ളി പോകേണ്ടിട്ട് ഒരുങ്ങിയാ അസട്ട് ഇതാ ഫസ്റ്റ് ആയിട്ട് പള്ളി പോകേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കതൊരു സംഭവം എനിക്ക് ചെരുപ്പാ പറ്റി നോക്കിയാണ് കേട്ടോ. രസമുണ്ടോ? പാകല്ലെങ്കിൽ മാറ്റിക്കാം. അല്ലെങ്കിൽ മാറ്റിക്കട്ടോ. എൻ്റെ അത് 2 എണ്ണല്ലേ വണ്ടി? സുഖണ്ട്. സോഫ്റ്റാ അതിന്റെ ബ്ലാക്ക് ഇല്ല. കൊറേ ബ്ലാക്ക് ഇല്ല. അപ്പൊ ഞാൻ ബ്ലാക്കും പിന്നെ അതുപോലെ ബ്ലാക്കും ഈ കളറൊക്കെ പറ്റും. കാപ്പിയാണ് നല്ലത്. അപ്പം നമ്മളിതാ ഈദ് ഡേയും അതേപോലെ തലേ ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി ഉള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ഈദ് ഡേൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തലേ ദിവസം എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പത്തിരിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാട്ടോ. കാരണം നമ്മൾ ഒരുവിധ ആൾക്കാരൊക്കെ നോമ്പെടുത്തിട്ടുണ്ടാവും. നമ്മളിവിടെ എല്ലാവരും നോമ്പ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ വക ഈദ് മുബാറക്ക്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പം നിങ്ങളെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ ആഘോഷിച്ചോ എന്നൊക്കെ പറയണം. നമ്മൾ സ്റ്റാർട്ടിങ് നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ. അവർ പള്ളിയിൽ പോയി വന്നതിന് ശേഷം വരാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പെരുന്നാൾ കൊള്ളായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഉച്ചയായ ടൈം ആയപ്പോൾ ഏകദേശം മഴയൊക്കെ ചെറു നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ ചെറിയൊരു ട്രാവലിംഗ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കക്കാടമ്പുഴ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാണാത്തവരൊന്ന് കാണാം കേട്ടോ. അപ്പം നമ്മൾ ബീഫ് വറുത്തരച്ചിട്ട് കറിയും അതുപോലെ തന്നെ പത്തിരിയാണ് നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ കയ്യിലൊക്കെ ബിഗ് ബി മൈലാഞ്ചി കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, താഴെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായി നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കാരക്കയുണ്ട്, പത്തിരി, അതുപോലെ ചായ. വലിയ വിഭവങ്ങളൊന്നുമില്ല. നമ്മൾ റമളാൻ മാസത്തിൻ്റെ മാറ്റത്തെ സംഭവങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് എല്ലാവരും നോമ്പെടുത്തില്ലേ, അപ്പോൾ എന്തായാലും ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെരുന്നാൾ തലേന്ന് എല്ലാ പെരുന്നാളിലും പുറത്തൊക്കെ പോകാറുണ്ട്. പിന്നെ ഇക്ക പെരുന്നാൾ രാവല്ലേ, നമുക്ക് നൈറ്റിലൊന്ന് റൈഡ് ചെയ്ത് വന്നാലോ? വെറുതെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചില്ലാസോ? അടി ഐസ്ക്രീം കഴിച്ച് നമുക്കൊന്ന് പുറത്തിറങ്ങി വന്നാലോ? എന്നാ വരി, എണീക്ക്. എണീറ്റാ പോലെ എന്നാ വായോ. അപ്പം ഞങ്ങളിതാ ഇന്ന് നൈറ്റ് റൈഡിങ്ങിന് പോകുന്ന നോമ്പൊക്കെ ഇറന്ന് ക്ഷീണമൊക്കെ മാറ്റിയതിൻ്റെ ശേഷം
അരീക്കോട് ഒന്ന് തെണ്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുക ഗൈസ്. കാരണം പെരുന്നാൾ തലേന്ന് ഭയങ്കര രസമാട്ടോ അരീക്കോട് ടൗണിൽ പോയി നിൽക്കുക എന്നാണ്. പിന്നെ ഒരു ഐസൊക്കെ കഴിച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആയിട്ട് വരാന്നിട്ട് ഇക്കി ഹസ്ബൻഡ് ഞാനോട് പോവാണ്. അപ്പം നമുക്ക് പോവില്ല നൈറ്റത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണല്ലേ. ഈ പോരുന്നില്ലല്ലോ, വരുന്നുണ്ടോ? എല്ലാവരും വില ഉണ്ടായി. മാമൻ്റെ ഭാഗം എന്തുണ്ടല്ലോ അമ്മൻ്റെ ഭാഗം എന്താ വെച്ചാൽ പെരുന്നാൾക്ക് ഞാനെന്തെത്താം. അപ്പം നമ്മൾ തലേ ദിവസം ഇതാ ഷോപ്പിൽ കുറച്ച് നേരം എന്നിട്ടാണ് തലേ ദിവസം തിരക്കന്നെ കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കും എന്തിനാ തലേ ദിവസം വരെ പെരുന്നാൾ തലേ ദിവസം വരെ എന്താ വെയിറ്റ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ എടുക്കാൻ. ആ ഒരു ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാ ഷോപ്പിലെ അവസ്ഥ തന്നെയാണ്. പിന്നെ ഉമ്മ ഇതാ നാളെ പായസത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ടൈമിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. പിന്നെ ഇതാ ഇക്ക വന്നിട്ട് ഒരു സോഡൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് സോഡയൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഹസുമോനെ ഞാനിതാ ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്. ഹസു ഇതാ ഫസ്റ്റ് ടൈമാണ് ഒരു ഈദിന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവന് ഡ്രസ്സ് അവന് സുന്നത്തിന് എടുത്തിട്ട് ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. കാരണം അവന് ഞാൻ സുന്നത്തിൻ്റെ ടൈമിൽ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് മൈലാഞ്ചിയൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ ആ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തത് നല്ല രീതിയിൽ ചോന്നിട്ടുണ്ട്. ഇനി അവനെ ഇക്കതാ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയുണ്ട്. അവന് ഭയങ്കര സന്തോഷത്തിലാണ്. പള്ളിയിൽ പോവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് പള്ളിയിൽ പോവല്ലേ. സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പെരുന്നാൾ നിസ്കാരത്തിന് ആദ്യമായിട്ട് പോവുകയാണ് കുഞ്ഞുട്ടനില്ലേ. പുയ്യാപ്പിളായിട്ടേ പോണേ. ആ ചെരുപ്പിട്ടോ കേട്ടോ. ഇപ്പം ഇട്ടോ പോകുമ്പോൾ ചൂടാ. ഇല്ലല്ല ഈദ് മുബാരക്. അപ്പം അസട്ടി ഇതാ എൻ്റെ കുട്ടീനെ മൈലാഞ്ചി പള്ളി പോകേണ്ടിട്ട് ഒരുങ്ങിയോ? അസട്ടി ഇതാ ഫസ്റ്റ് ആയിട്ട് പള്ളി പോകേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ മൈലാഞ്ചി ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ ഈദ് മുബാരക് എന്നൊക്കെ ഒരു ഫ്ലവറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസുട്ടി ഇക്കിതാ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ അവർ ബൈക്കിൽ പോയി ഉപ്പാനെ കുറച്ച് മുന്നേ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇക്ക. അപ്പോൾ അവർ പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ പള്ളിയിൽ പോയതിന് ശേഷമാണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പത്തിരി നല്ല ചിക്കനും ഫ്രൈ ചെയ്തതും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ രാവിലത്തെ ചായ അങ്ങോട്ട് കുടിച്ചിട്ടോ. പിന്നെ ഞാനിതാ കിച്ചണിലെ ഡ്യൂട്ടി എനിക്കായിരുന്നു. ബിരിയാണി വെക്കുക എന്നുള്ള ടാസ്ക് എനിക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മ നെയ്ച്ചോറാക്കി വെച്ചിരും റൈസ്. ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഉമ്മ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ബിരിയാണി കിട്ടുന്നത്. നമ്മൾ നോർമലി ബിരിയാണി ഉണ്ടാക്കുന്നതായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് ബിരിയാണിയിലേക്ക് ഫ്രൈ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ബിരിയാണി ഇതാക്കാൻ വേണ്ടിയിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളി എല്ലാം നമ്മൾ തലേ ദിവസം അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ രാവിലെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പണി കുറയുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഇതാ ചിക്കൻ ഇങ്ങനെ മസാലയ്ക്കുള്ള ചിക്കൻ ഇതാ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമലി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്നിട പുറത്ത് നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ല. അവർ പള്ളിയിൽ നിന്ന് ഇരിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഒരു പെരുന്നാൾ കൊള്ളാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ എന്നൊന്ന് പറയണേ.
ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വലിയൊരു ചെമ്പിട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാളയുടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൂടെ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതിന് ശേഷം അതൊന്ന് നല്ല രീതിയിലൊന്ന് ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി യോജിപ്പിക്കും. കുറച്ച് പച്ചമുളക് ചതച്ചതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചപ്പോടി ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ചപ്പിട്ടാൽ ആ ഒരു ഫ്ലേവർ നല്ലൊരു രീതിയിൽ കിട്ടും കേട്ടോ. എല്ലാം കൂടി ഇപ്പോൾ ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും നോക്കിയിട്ട് ഇടുക. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടോ. തൈരൊക്കെ ഒഴിച്ച് സെറ്റായതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ എന്തായാലും ഫ്രൈ ചെയ്തുകൊണ്ട് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഇതിൽ ആയാൽ മതി. അപ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കും കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ വെച്ച സംഭവം എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റും കൊടുക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇതാ ചപ്പൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ചപ്പ് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബിരിയാണി മസാല തയ്യാറാക്കി എടുക്കുന്നത്. സംഭവം സിമ്പിളാണ്. ബിരിയാണി വെക്കാനൊന്നും വലിയ പണിയുള്ള സംഭവമൊന്നുമല്ല കേട്ടോ, സിമ്പിളാണ് പരിപാടി. അപ്പോൾ മസാലയൊക്കെ അതിന് ശേഷം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചു. പിന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം കൊണ്ടുവന്ന ആ ഒരു ബോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ മിൽമൻ്റെ അവിടെ കിട്ടും നമ്മൾ സേമിയത്തിൻ്റെ മിക്സും അതുപോലെ തന്നെ അടൻ്റെ മിക്സൊക്കെ കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള സംഭവമായിട്ടാണ്. നമ്മൾ നോർമലി മിക്സ് വാങ്ങിക്കുന്നതിനിടയിൽ ഒന്നുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ലൂസിൽ ആ ഒരു ലെവലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈദ് സ്പെഷ്യൽ. ഇനി നമ്മൾ ദമ്മിട്ടത് അങ്ങോട്ട് തന്നെ മാറ്റി റൈസും നമ്മുടെ മസാലയും സെപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ. ആ ഒരു ടൈമാണ് നമ്മൾ ചിക്കൻ ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അല്ലാതെ ചിക്കൻ നമ്മൾ പൊരിച്ചത് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ബാക്കി മസാല അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. ഇനി വിളമ്പിട്ട് ഒരു പാത്രത്തേക്ക് ആ പിന്നെ വിളമ്പിയേക്കാൻ വിളമ്പിക്കും അച്ചത്തിന് തവരെ നമ്മളിതാ പെരുന്നാൾ ഫുഡൊക്കെ ഒരു 9 മണി 9:15 ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ പള്ളിയിൽ പോയി വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു ടൈം ആയപ്പോൾ 8:30 8:45 9 മണീൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടാറാൻ വേണ്ടി ഞാൻ എല്ലാവരും പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ വരുമ്പോൾ നല്ല ചൂടിൽ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് എന്തായിരുന്നു ഈദ് സ്പെഷ്യൽ, ഏത് ഫുഡായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ കുറച്ചിടായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പെരുന്നാൾക്കെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് ഐറ്റംസ് എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ ഈ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എന്ന് ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ്. ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ചിക്കൻ പൊരിച്ചതുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ ചമ്മന്തി, അച്ചാർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ എല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ഫുഡ്
മഴയായിരുന്നു. മഴയൊക്കെ ചോർന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് എൻ്റെ പുതിയ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഫാൻസി ഞാൻ വാങ്ങിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങട്ടെ ഗൈസ്. വേറെ എങ്ങോട്ട് പോകാനില്ല, കാരണം രാവിലെ തന്നെ നല്ല ചീച്ചിൽ മഴയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഈവനിങ് ആയപ്പോൾ നോർമലി എൻ്റെ വെസ്റ്റേൺ ഇട്ടിട്ട് നമ്മൾ കക്കാടമ്പുഴ കയറിയതായിരുന്നു. ഇത് ഇട്ടിട്ട് പോയിട്ടില്ല കേട്ടോ, കാരണം ഇതിട്ട് പോയാൽ തന്നെ പണി കിട്ടും. കാരണം പാർട്ടി വെയറൊക്കെ ഇട്ട് ആ ഒരു മഴയത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് റീൽസ് ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പെരുന്നാൾ. എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പിലായാലും ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെയാണ്. അപ്പം നല്ലൊരു സിമ്പിളായിട്ടുള്ള വർക്ക് തന്നെയായിരുന്നു. വെൽവെറ്റിലായിരുന്നു ഈ ഒരു മെറ്റീരിയൽ വരുന്ന ഡ്രസ്സ്. പിന്നെ സ്കാലപ്പ് വെച്ചിട്ട് ഷോളും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട്, നെക്കിൻ്റെ അവിടെ ചെറിയൊരു സ്റ്റോൺ വർക്കും സ്ലീവിൻ്റെ അവിടെ മാത്രമുള്ള, വേറെ ഒന്നുമില്ല. ഓപ്പൺ ഇല്ലാത്തൊരു ടോപ്പായിരുന്നു, പാൻറ്റും അങ്ങനെയായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ വേണ്ടിയിട്ട് റീൽ എടുക്കുന്ന തിരക്കാട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു. മഴ ചോരാൻ വേണ്ടിയിട്ട് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പോയത് കക്കാടമ്പുഴയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കാണട്ടോ. ഒരു രക്ഷയില്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കക്കാടമ്പുഴയൊക്കെ ഒന്ന് കയറണം ഈ ഒരു സമയത്ത് കേട്ടോ. അടിപൊളിയാണ്, കോടയൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഇന്നലെ പോയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു, എന്നാലും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, കാരണം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം കേട്ടോ.